Hi everyone, welcome back to chinnustastebuds. ഇന്ന് ഞാൻ കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ലഡു ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ടോട്ടൽ 1/2 ലിറ്റർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 1/4 ലിറ്റർ മിൽക്ക് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 250 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്, പക്ഷെ ഇത് കറക്റ്റ് പാകത്തിനുള്ള പഞ്ചസാരയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇവിടെ അമുലിൻ്റെ മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ ഒരു മിക്സ്ചർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയും കൂടി തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ഇത് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഇനി ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂടിയാൽ അടി പിടിക്കും. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ കോൺഫ്ലോറും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ മിക്കവരുടെ വീട്ടിലും കണ്ടൻസ് മിൽക്കൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്കൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് കോക്കനട്ട് ലഡു തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. മധുരം ഒന്ന് കുറവ് തോന്നിയാൽ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ ഇതും കൂടെ ആഡ് ചെയ്ത അളവാണ് പറഞ്ഞത്. 1/4 കിലോ പഞ്ചസാര 250 ഗ്രാം പഞ്ചസാരയാണ് ടോട്ടലായിട്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ 250 ഗ്രാം പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തന്നെ ഒരുവിധം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിന് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ആയി വന്നിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 2.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ തേങ്ങ ചെറുതായിട്ട് ചിരവി എടുത്താലും മതിയാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 2.5 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഏകദേശം ഒരു 300 ഗ്രാമോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റോൾ ചെയ്യാൻ പാകത്തിന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാര്യം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചറും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ലഡുവിന് റോൾ ചെയ്യാൻ പറ്റുന്ന പാകം വരെ നമുക്കിതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ ഓരോ റോൾസായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പ്ലേറ്റിലെടുത്ത് വെക്കുക. എന്നിട്ട് കയ്യിലൊന്ന് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോ റോൾസ് ആക്കിയിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട്സിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ പറയില്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ലഡ്ഡു ആണിത്. അതുമാത്രമല്ല നല്ല സോഫ്റ്റുമാണിത്. നമ്മൾ സാധാരണ ലഡ്ഡു പോലെ ഹാർഡായിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോക്കനട്ട് ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലഡ്ഡൂസും നമുക്ക് ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ലഡ്ഡൂസും ഞാൻ ഇതേപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ലഡ്ഡു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.